കേട്ടറ്റ് കാറ്റഗറി 1 മലയാളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പദ്യഭാഗം വായിച്ച് 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. തന്നിരിക്കുന്ന കവിതാഭാഗം ഇതാണ്. കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എൻ്റെ ജീവിത ഭാഷയെ. ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ. ചിഞ്ചിലം നിന്നു ചിലങ്കകളൂരിയിട്ടു നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ, ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ. വീണപൂവിൻ്റെ ശിരസ്സു ചോദിക്കുന്നു, പ്രേമസംഗീത തപസ്സു ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ് ചോദിക്കുന്നു, മണിനാദമാർന്ന മനസ്സു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു, പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ സഹ്യപുത്രി മലയാളം, എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം. ആദ്യ ചോദ്യം, ഈ കവിതയുടെ കേന്ദ്രാശയം എന്ത്? ഉത്തരം, മാതൃഭാഷ തകർക്കപ്പെടുന്നതിലുള്ള വേദനയും പ്രതിഷേധവും. പദ്യഭാഗവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ എന്ന വരിയിൽ പ്രകടമാകുന്ന ഭാവം ഏത്? ക്രോധവും ദുഃഖവും. ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു എന്ന വരികളിലെ ആശയത്തിന് യോജിച്ചത് ഏത്? കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകൾ. അടുത്ത ചോദ്യം, ഇവിടെ സഹ്യപുത്രി മലയാളം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? ഭാഷയ്ക്ക് ഭൂമിയോടും സംസ്കാരത്തോടുമുള്ള ആത്മബന്ധം. ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഈ വരികളിൽ സൂചിപ്പിക്കുന്ന കവി ആര്? ഉത്തരം, ചെറുശ്ശേരി. അടുത്തതായി ഒരു ഗദ്യഭാഗമാണ് തന്നിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗദ്യഭാഗം ഇതാണ്. പൂതപ്പാട്ടിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വായനകളിലെല്ലാം എന്നെ അമ്പരിപ്പിച്ച ഒരു കാര്യം അതിൽ പ്രത്യക്ഷപ്പെടുന്ന രതിയുടെയും പ്രണയത്തിൻ്റെയും ചിഹ്ന സമൃദ്ധിയാണ്. പൂതപ്പാട്ടിൻ്റെ ഇന്നുവരെയുള്ള വായനകളിൽ ഒന്നും ആ ചിഹ്നങ്ങൾ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യപ്പെട്ടതായി കാണുന്നില്ല. അവ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഒരു വായനയ്ക്ക് അതിൻ്റെ മാതൃത്വത്തിൻ്റെ വിജയഗാഥയായി മാത്രം ആഘോഷിക്കാൻ കഴിയൂ. വിജയിച്ച അമ്മയുടെ കഥയല്ല, തോറ്റ ഭൂതത്തിൻ്റെ കഥയാണ് പൂതപ്പാട്ട് എന്ന് മറന്നു പോകരുത്. ഭൂതങ്ങളോട് തൻ്റെ മനസ്സിനുള്ള മമതിയും വേഴ്ചയും മറ്റാരോടും ഇല്ലെന്ന് തുറന്നു പറയുന്ന ഇടശ്ശേരിയുടെ മുഖക്കുറിപ്പുമായാണ് പൂതപ്പാട്ട് ആരംഭിക്കുന്നത്. കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാഖ്യാനം എന്ന നിലയിൽ ലളിതമായ ഉപരിഘടനയാണ് പ്രത്യക്ഷത്തിൽ പൂതപ്പാട്ടിൻ്റേത്. പക്ഷേ അതിൻ്റെ അന്തർഘടന അത്ര ലളിതമല്ല. പൊളിച്ചുവച്ച ചില ചിഹ്നങ്ങളാൽ നിബിഡമാണ് അത്. ആ ചിഹ്നങ്ങളെ അടുത്തുനിന്ന് കാണുമ്പോൾ പൂതപ്പാട്ട് കാമനകളുടെ പാട്ടുകൂടിയാണ്. ഒരു കുറ്റവും ആ കുറ്റത്തിനുള്ള ശിക്ഷയുമാണ് പൂതപ്പാട്ടിൻ്റെ അടിസ്ഥാന പ്രമാണമായി സാധാരണഗതിയിൽ വിലയിരുത്തപ്പെടുന്നത്. കുറ്റം ചെയ്തത് പൂതവും ശിക്ഷ നൽകിയത് ഉണ്ണിയുടെ അമ്മയുമാണ്. അലഞ്ഞു തിരിയുക എന്നതാണ് ഭൂതം അനുഭവിക്കുന്ന ശിക്ഷ. ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, എഴുത്തുകാരൻ്റെ കാഴ്ചയിൽ പൂതപ്പാട്ട് യഥാർത്ഥത്തിൽ ആരുടെ കഥയാണ്? ഉത്തരം, തോറ്റ പൂതത്തിൻ്റെ കഥ. ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, ഇന്നുവരെയുള്ള പൂതപ്പാട്ട് വായനകളെക്കുറിച്ച് എഴുത്തുകാരൻ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം ഏത്? അവ ചിഹ്നങ്ങളെ വേണ്ട വിധം വിശകലനം ചെയ്തിട്ടില്ല. അടുത്ത ചോദ്യം, പൂതപ്പാട്ടിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വായനകളിൽ എഴുത്തുകാരനെ ഏറ്റവും അധികം അമ്പരപ്പിച്ച കാര്യമേത്? ഉത്തരം,
രതിയുടെയും പ്രണയത്തിന്റെയും ചിഹ്ന സമൃദ്ധി. അടുത്ത ചോദ്യം, ചിഹ്നങ്ങളെ അടുത്തുനിന്ന് കാണുമ്പോൾ പൂതപ്പാട്ട് എന്തായി മാറുന്നു എന്നാണ് എഴുത്തുകാരൻ വിലയിരുത്തുന്നത്? ഉത്തരം കാമനകളുടെ പാട്ടായി. അടുത്തത്, പൂതം അനുഭവിക്കുന്ന ശിക്ഷ എന്താണ്? ഉത്തരം അലഞ്ഞു തിരിയൽ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായത് ഏത്? നടത്തുന്നു. അടുത്തത്, ഇനിയുള്ള ചോദ്യങ്ങൾ